പ്രഗ്നൻസിയിൽ എന്തൊക്കെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് എല്ലാവരും കേൾക്കുന്ന പോലെ തന്നെ പൈനാപ്പിളും പപ്പായയും നമ്മൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് പച്ച പപ്പായ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം അതിനകത്തുള്ള കെമിക്കൽസ് കുട്ടി അബോർഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ പച്ച പപ്പായ കഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പൈനാപ്പിൾ നമ്മൾ ഒഴിവാക്കണം. തിളപ്പിക്കാത്ത പാലും പച്ചപ്പാലും നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം അതിനകത്ത് ലിസ്റ്റീരിയ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. അത് അബോർഷൻ ഉണ്ടാക്കേണ്ട സാധ്യത കൂടുതലാണ്. നമ്മൾ പാൽ ഉപയോഗിക്കും കംപ്ലീറ്റ്ലി തിളപ്പിച്ച് തന്നെ പാൽ ഉപയോഗിക്കാം. മെർക്കുറി കണ്ടന്റ് അടങ്ങി ഫിഷ്, അതായത് കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ, സ്രാവ്, പിന്നെ ബ്രാല് പോലത്തെ മത്സ്യങ്ങളിൽ ധാരാളമായ മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. മെർക്കുറി കുട്ടിയുടെ വളർച്ചയും ബ്രെയിനിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടിക്ക് വളർച്ച കുറവും ബുദ്ധിമാന്ദ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫസ്റ്റ് 3 മാസം തീർച്ചയായിട്ടും ഹെവി മെർക്കുറി കണ്ടടങ്ങിയ ഫിഷുകളെല്ലാം അവോയ്ഡ് ചെയ്യുക. ചെറു മത്സ്യങ്ങളെല്ലാം കഴിക്കാം, പക്ഷേ മെർക്കുറി അടങ്ങിയ ഫിഷുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. മുട്ട വേവിക്കാത്ത മുട്ട ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. നമ്മൾ കംപ്ലീറ്റ് വേവിച്ച് ആ ഒരു പരുവത്തിലേക്ക് എടുത്ത മുട്ട നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പാതി വെന്ത മുട്ടയോ അല്ലെങ്കിൽ ബുൾസയോ അല്ലെങ്കിൽ പച്ച മുട്ടയോ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. അതിൽ സാൽമണല്ല എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. അത് ഫുഡ് പോയ്സണിങ്ങും അബോർഷനും വയറ്റിളക്കമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ചില കേസുകളിൽ മരണം വരെ സംഭവിക്കാറുണ്ട്. അപ്പം ഒരിക്കലും വേവിക്കാത്ത മുട്ട നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അമിതമായ ചായയുടെയും കാപ്പിയുടെ ഉപയോഗമാണ്. അതിൽ എക്സസ് കഫീനുണ്ട്, ഇഷ്ടംപോലെ കഫീൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാനും വെയിറ്റ് കുറഞ്ഞ കുട്ടി ജനിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴുകാത്ത പച്ചക്കറി കെമിക്കൽസൊക്കെ അതിൻ്റെ പുറത്ത് അടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാവും അത് വാങ്ങാനും എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താനും. ഓർഗാനിക്കൊക്കെ നല്ലതായിരിക്കും. അത് വാങ്ങിയാൽ നമ്മൾ കുറേ നേരം നല്ലോണം കഴുകി